അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 45-ാം വാക്യം. ദൈവം അബ്രാഹത്തെ വിളിച്ചിട്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കും എന്ന് പറയുന്ന സമയത്ത് അബ്രാഹാം അനുഗ്രഹം പ്രതീക്ഷിക്കാൻ പറ്റുന്ന സ്ഥിതിയിലൊന്നല്ലായിരുന്നു. നമ്മളോടും ദൈവം നമ്മളെ ഉയർത്തും, നമ്മളെ രക്ഷിക്കും, നമ്മളെ സഹായിക്കും എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ ഉയർത്താനും നമ്മളെ രക്ഷിക്കാനും നമ്മളെ സഹായിക്കാനും ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പ്രായോഗിക സാഹചര്യത്തിലല്ല നമ്മളായിരിക്കുന്നത്. നമ്മുടെ അനേക പ്രശ്നങ്ങളുടെയും വിശ്വാസത്തിലുള്ള ഒരു ചിന്തയും പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടാത്തതുപോലെയുള്ള സാഹചര്യങ്ങളും അനേക നന്മകൾ ചെയ്ത മനുഷ്യരെ ഉപദ്രവിച്ചു പോലുള്ള സാഹചര്യങ്ങളും ഒക്കെ നമ്മൾ അനുഭവിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മളോട് വചനം പറയുന്നത്. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതിയുണ്ട്. എലിശമ്മ മറിയത്തെക്കുറിച്ച് പറയുന്നതാണിത്. അപ്പോൾ മറിയത്തിന് ആ ഒരു കാര്യം കഴിഞ്ഞത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ദൈവം അവളെ സഹായിച്ചിരുന്നു, ഉപരിയായ നന്മകൾ അവൾക്ക് നൽകിയിട്ടുമുണ്ട്. 2, അത് അവളുടെ വിളിയുമാണ്. നമുക്കും ഈ 2 കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഒന്ന്, ദൈവം നമ്മളെ സഹായിച്ചിരുന്നു, അത് ഉപരിയായ കഴിവുമാണ്. 2ാമത്തെ കാര്യം, അത് നമ്മുടെ വിളിയുമാണ്. മറിയത്തെ പോലെ തന്നെയാണ് നമ്മളും. മറിയത്തെക്കുറിച്ചുള്ള ദൈവഹിതം നിറവേറ്റി. നമ്മളും നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ തിരുമനസ് നിറവേറ്റേണ്ടിയിരിക്കുന്നു. യോഹന്നാന്റെ ലേഖനത്തിൽ വിശുദ്ധ യോഹന്നാൻ പറയുകയാണ്, കുഞ്ഞുമക്കളെ, അവൻ നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം നിത്യജീവനാണ്. അപ്പോൾ ആ നിത്യജീവൻ നമുക്ക് നേടിത്തരാൻ, ഈ ഭൂമിയിൽ അനേക നന്മകൾ നേടിത്തരാൻ നമ്മളോട് വാഗ്ദാനം ചെയ്തിരിക്കുന്ന കർത്താവിന് കഴിയുമെന്ന് ഉറച്ചു വിശ്വസിച്ച് മുൻപോട്ട് വരേണ്ടതായിട്ടുണ്ട്. വിശ്വാസം ജീവിക്കാനും ഒരു നല്ല സാക്ഷ്യമാകാനും വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ കുറച്ചും കൂടി മുറുകെ പിടിച്ച് ആ യാത്ര തുടരാൻ ഈ വചനം നമ്മളെ സഹായിക്കട്ടെ.